7ാം ക്ലാസ്സിലെ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന പാഠഭാഗത്ത് 10ാമത്തെ ആക്ടിവിറ്റിയായ പോസ്റ്റർ നിർമ്മാണത്തെക്കുറിച്ചുള്ള വീഡിയോയാണ് ഇത്. പോസ്റ്റർ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഭാഷ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ഉള്ളടക്കം, ഗ്രാഫിക്സ്, ഇല്ലസ്ട്രേഷൻ, ലേഔട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അനുയോജ്യമായ രീതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്ലാസ്റ്റിക്കിനെതിരായിട്ടുള്ള പ്ലാസ്റ്റിക് ഉണ്ടാക്കാനായിട്ട് ബാൻ ടു പ്ലാസ്റ്റിക് ചോദിച്ചിരിക്കുന്നത്. ബിവെയർ ഓഫ് സീറോ വേസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡോണ്ട് കിൽ അവർ ബെസ്റ്റ് ഫ്രണ്ട്, എർത്ത് ഈസ് അവർ ഫ്രണ്ട്. സോ സീറോ വേസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആരാണോ മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നത്, എവിടെ നിന്നാണോ മാലിന്യങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത്, അവിടെ തന്നെ അത് സംസ്കരിക്കപ്പെടുക എന്നുള്ളതാണ്. അവിടെ തന്നെ അവ നശിപ്പിക്കാനും അത് റീയൂസ് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ നോക്കുക, ഒരു പോസ്റ്റർ. ദ ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു അവർ പ്ലാനറ്റ് ഈസ് ദ തോട്ട് ദറ്റ് സംബഡി വിൽ സേവ് ഇറ്റ്. നമ്മുടെ ഭൂമി ആരെങ്കിലും സംരക്ഷിക്കുമെന്നുള്ളൊരു ധാരണയാണ് നമുക്കുള്ളത്. അതാണ് ഏറ്റവും വലിയ ഭീഷണി. നമ്മുടെ ഭൂമിയുടെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് അതാണ്. ധാരാളം പോസ്റ്റേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഷ നോക്കുക. ഒരു താളാത്മകത അതിനുണ്ട്. സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലൊരു താളാത്മകതയുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യാൻ പ്ലാസ്റ്റിക് ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് മിതമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. 3 R's എന്ന് പറയും. റീയൂസ്, റീസൈക്കിൾ, റെഡ്യൂസ്. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. അപ്പോൾ ഗോ ഗ്രീൻ, പ്ലാസ്റ്റിക് ഈസ് ഒബ്സീൻ. നോ ഗ്രീൻ നോ ലൈഫ്, നോ ഗ്രീൻ നോ ലൈഫ്. അതുപോലെ തന്നെ ഈ ചിത്രങ്ങൾ നോക്കുക. അപ്പോൾ ഒരു പോസ്റ്റർ നിർമ്മിക്കുമ്പോൾ 2-3 ചിത്രങ്ങൾ കൂടി വളരെ സിംബോളിക്കായിട്ട്, പ്രതീകാത്മകമായിട്ട് നൽകുകയാണെങ്കിൽ ഉള്ളടക്കപരമായിട്ട് എ ഗ്രേഡ് നേടാൻ നമുക്ക് സാധിക്കും. ഈ ആമയുടെ വായിൽ ഒരു പ്ലാസ്റ്റിക്കാണ്. ഈ നമ്മൾ നടക്കുകയും അല്ലെങ്കിൽ ജോഗിങ് നടത്തുന്ന സമയത്തും നടക്കാനിറങ്ങുന്ന സമയത്തൊക്കെ പ്ലാസ്റ്റിക്കുകൾ കണ്ടാൽ അത് സ്വാഭാവികമായിട്ട് പെറുക്കി നീക്കം ചെയ്യുന്നതിനാണ് പ്ലോഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട് മാലിന്യമാകാതെ സൂക്ഷിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ നാട്ടിൽ ധാരാളമായി കണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകൾ ഇല്ലാതാക്കുകയും ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണെങ്കിൽ പോസ്റ്റേഴ്സ് എഡ്യൂക്കേറ്റ്, വിദ്യാഭ്യാസം നൽകുന്നതാണ്, നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. പോസ്റ്റർ തയ്യാറാക്കുക മാത്രമല്ല പ്രദർശിപ്പിക്കുക കൂടി ചെയ്യണം. അതുകൊണ്ട് തന്നെ പോസ്റ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുക. ഈ പോസ്റ്ററുകളുടെ മെസ്സേജസുകൾ ബൈ ഹാർട്ട് തന്നെ പഠിക്കുക. സ്റ്റോപ്പ് ബാഗിങ് പ്ലാനറ്റ്, സേ നോ ടു പ്ലാസ്റ്റിക് ബാഗ്സ്. ഇപ്പോൾ പ്ലാസ്റ്റിക് ഫ്രീ ഗ്രാമം, പ്ലാസ്റ്റിക് ഫ്രീ നഗരമൊക്കെ നമ്മുടെ പ്രധാന സ്വപ്നമാണ്. ഭൂമിയെ സംരക്ഷിക്കുക വളരെ ഉത്തരവാദിത്തമാണ്. ഇവിടെ നോക്കുക, ഒരു ചിത്രം മാലിന്യമുക്ത കേരളത്തിൻ്റെ. സോ സേവ് അവർ എർത്ത്, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഇതൊരു പ്ലാസ്റ്റിക് എതിരായിട്ടുള്ള ഒരു സ്ലോഗനാണ്. ബാൻ പ്ലാസ്റ്റിക് ബാഗ്സ്, ബ്രിങ് ആൻഡ് യൂസ് ക്ലോത്ത് ബാഗ്സ്. തുണിസഞ്ചികൾ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ മാലിന്യമില്ലാത്ത ഒരു നാട് നമ്മുടെ ഒരു സ്വപ്നമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളിലും നമ്മൾ പ്ലാസ്റ്റിക്കുകൾ അവോയ്ഡ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും വളരെ സജീവമായി സിറാമിക് പാത്രങ്ങൾ ഉപയോഗിക്കുക, അതുപോലെ സ്റ്റീൽ ബോട്ടിലുകൾ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഗാർബേജ് ഫ്രീ കേരള, ഡിസ്പോസ് വിത്ത് കെയർ, ബ്രെത്ത് ഫ്രഷ് എയർ, ഡിസ്പോസ് വിത്ത് കെയർ, സ്മോൾ ബിൻസ് ഒക്കെ ഓരോരോ പോസ്റ്റേഴ്സാണ്. അത് സ്മോൾ എഴുതിയെടുക്കുക. ബിഗ് ബുക്കിൽ ഒരു 3-4-5 പേജ് നിറച്ചും ധാരാളം പോസ്റ്റേഴ്സ് എഴുതുക, ചിത്രങ്ങൾ അനുബന്ധമായിട്ട് വരച്ച് ചേർക്കുക. അത് തന്നെ മലയാളത്തിലും ചെയ്യാൻ സാധിക്കും, ഇംഗ്ലീഷിൽ ചെയ്യുക. ഈ കോട്ട്സൊക്കെ എഴുതിയെടുക്കുക. അതുപോലെ മനോഹരമായിട്ട് പോസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് പോസ്റ്ററുകളുടെ ഉള്ളടക്കം ശരിയാവണ്ണമുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ലേഔട്ട്, ഇല്ലസ്ട്രേഷൻ, അതിൻ്റെ ഫോണ്ട്, എഴുതിയിരിക്കുന്നതിൻ്റെ ഫോണ്ട്, കളറ്, ഭംഗി, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പോസ്റ്ററിന് ഫുൾ മാർക്ക് നമുക്ക് സമ്പാദിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ പ്ലാസ്റ്റിക്കിനെ പറ്റിയുള്ള കുറച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്ന കുറച്ച് വിവരണമാണ്, ഒരു പ്രസംഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വായിക്കുക.
അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കുകളുടെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സിനെ പറ്റിയൊക്കെ ധാരാളം സംസാരിക്കാനായിട്ട് സാധിക്കും. വി വാണ്ട് പ്ലാസ്റ്റിക് ഫ്രീ ഗ്രാസ് പറയുന്നത് പശുവാണ്. പ്ലാസ്റ്റിക് ഫ്രീ ഗ്രാസ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് പശുവാണ്. സേവ് എർത്ത് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ചിത്രമാണത്. അപ്പോൾ അത്തരം ചിത്രങ്ങൾ വരയ്ക്കാനും ചെയ്യാനുമുള്ള ഒരു താല്പര്യം പോസ്റ്റർ നിർമ്മിക്കുമ്പോൾ നാം കാണിക്കേണ്ടതുണ്ട്. തുടർന്ന് വരുന്ന പോസ്റ്ററുകളുടെ ചിത്രം, ഫോണ്ട് സൈസ്, ലേഔട്ട്, അതിൻ്റെ ഭംഗി, ആ താളാത്മകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മെസ്സേജ്, കണ്ടൻറ്റ് എല്ലാം നോക്കുക. അപ്പോൾ പോസ്റ്ററുകൾ എങ്ങനെ ഉണ്ടാക്കിയാൽ എ ഗ്രേഡ് കിട്ടുമെന്ന് കൂട്ടുകാർക്ക് മനസ്സിലാകും. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ 3 Rs പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ലോഗനാണിത്. ബാൻ പ്ലാസ്റ്റിക് ബാഗ്സ്, ബ്രിങ് ആൻഡ് യൂസ് ക്ലോത്ത് ബാഗ്സ്. തുണിസഞ്ചികളൊക്കെ തയ്ച്ച് ഉപയോഗിക്കുന്നവർക്ക് ധാരാളമുണ്ട്. അതൊക്കെ എഴുതാനും കൂടെ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ കൂട്ടുകാരൊരു ചെറിയൊരു സ്ക്രിപ്റ്റ് അവതരിപ്പിച്ച് പ്ലാസ്റ്റിക്കിനെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണം നടക്കുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ആ ബോധവൽക്കരണ പോസ്റ്ററുകളിൽ കൂടി നമുക്ക് മനസ്സിലാവുന്നത് പ്ലാസ്റ്റിക്കുകൾ ഈ നമ്മുടെ മണ്ണിനെയും ജലത്തെയും മുഴുവൻ സുസ്ഥിര വികസനത്തെ തടയുന്ന ഒന്നാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്പോസ് വിത്ത് കെയർ, ബ്രീത്ത് ഫ്രഷ് എയർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ട്രാഷ് ദ ട്രാഷ്, ട്രഷർ ദ ഫ്യൂച്ചർ. അപ്പോൾ അതിനകത്തൊക്കെയുള്ള താളാത്മകത കൂട്ടുകാർ മനസ്സിലാക്കുക. അങ്ങനെ ഇതൊരു മാതൃക അല്ലെങ്കിൽ ഒരു ഉദാഹരണം മാത്രമാണ്. കൂട്ടുകാർ സ്വയമേവ ധാരാളം പോസ്റ്റേഴ്സ് ഉണ്ടാക്കുക, അതിനൊക്കെ ഡിസൈൻ കൊടുക്കുക, അത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനും എഡ്യൂക്കേറ്റ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും എൻഹാൻസ് ചെയ്യാനൊക്കെ ആണ് ഈ പോസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതൊരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ദ സീഡ് ഓഫ് ക്ലീൻ, റീപ്പ് ഗാർബേജ് ഫ്രീ കേരള. അപ്പോൾ നമ്മൾ ക്ലീൻ, വൃത്തിയുടെ വിത്ത് വിതയ്ക്കുക, മാലിന്യമില്ലാത്ത നാട് കൊയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ പാഠപുസ്തകത്തിലെ ചിത്രം തന്നെയാണ്. ആവർത്തിച്ച് എഴുതണം. നോട്ട് പുസ്തകത്തിൽ എഴുതി പ്രത്യേകം നിറം നൽകി ചിത്രം വരച്ച് ഫോണ്ട് സൈസ് ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതി വേണം കൂട്ടുകാരിത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട്. തുടർന്ന് വരുന്നത് ഗാഡ്ജറ്റ്സിൻ്റെ കുറച്ച് ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രോണിക് ഡിവൈസസ് നോക്കുക, 10-15 എണ്ണം കൊടുത്തിട്ടുണ്ട്. വൈഫൈ, റേഞ്ച് എക്സ്റ്റൻഡർ, അല്ലേ, നോയ്സ് കൺസലേഷൻ, പ്രിൻ്റർ, ഇലക്ട്രോണിക് കെറ്റിൽ, ധാരാളം ഇലക്ട്രോണിക് ഡിവൈസസ് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ആ ഡിവൈസസ് ഏതൊക്കെയാണെന്ന് അറിയുകയും ആ ഡിവൈസസിൻ്റെ പേരുകൾ പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതും ഈ 1ാമത്തെ യൂണിറ്റിലെ ആദ്യ ഭാഗത്ത് വരുന്ന മറ്റൊരു പ്രവർത്തനമാണ്. അപ്പോൾ റോബോട്ട് ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്, അതാണ് നമ്മൾ പാഠഭാഗത്ത് പഠിക്കുന്നത്. അപ്പോൾ മറ്റ് ഇലക്ട്രോണിക് ഡിവൈസസും അതിൻ്റെ ഉപയോഗവും പഠിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിൻ്റെ എല്ലാ പേരെഴുതി, ചിത്രം ഉണ്ടെങ്കിൽ ചിത്രം ഒട്ടിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ചിത്രങ്ങൾ വരച്ച് വയ്ക്കുക. അങ്ങനെ നല്ലൊരു നോട്ട് തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്തരം വാക്കുകളുടെ ആ ഭാഷയുടെ ഒരു പ്രത്യേകത കൂടി ഈ പാഠഭാഗത്തു നിന്ന് കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗാഡ്ജറ്റ്, ഈ സോഷ്യൽ മീഡിയ ഒരു വരമാണോ മോശമായിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് സോഷ്യൽ മീഡിയ. അപ്പോൾ ഏത് ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോഴും നമുക്കതിൻ്റെ ഭാഷ കൂടി അവോയ്ഡ്, പ്രൊട്ടക്റ്റ്, സേവ്, ഹാൻഡ്, ഡിസ്പോസ് യുവർ വേസ്റ്റ് പ്രോപ്പർലി, സെഗ്രിഗേഷൻ ഓഫ് വേസ്റ്റ് ഈസ് നെസസറി. ഈ പോസ്റ്റർ നിർമ്മിക്കുമ്പോൾ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുക വെർബാണ് ആദ്യം ഉപയോഗിക്കുക. അവോയ്ഡ്, പ്രൊട്ടക്റ്റ്, റിമൂവ്, റീസൈക്കിൾ, ഇതെല്ലാം വെർബാണ്, ക്രിയ. ഒഴിവാക്കുക, സംരക്ഷിക്കുക. പോസ്റ്ററിന് താളബന്ധിതമായ ഒരു ലാംഗ്വേജ്, ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആവർത്തിച്ച് കണ്ട് മനസ്സിലാക്കി ഉറപ്പിക്കുക. Once again, see the activity 10. Prepare posters. Analyze the posters for the following: content, picture, graphics, illustration and everything. So don't forget to write beautiful message as poster. Here one more activity is there. What function do they serve? To educate, to give awareness, to enhance, to avoid, to protect തുടങ്ങിയ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും.
Collect some posters and observe them carefully. Prepare some slogans on the misuse of electronic gadgets. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്ലോഗനാണ് തയ്യാറാക്കേണ്ടത്. കീപ് ദ ഗാഡ്ജറ്റ്സ് ഇൻ സേഫ്റ്റി. ഇതുപോലെ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. വളരെ ഭംഗിയായി വീണ്ടും വീണ്ടും ഈ വീഡിയോ കാണുക. ഇതിൽ വർക്കുകളെല്ലാം നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക. ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ട് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുക. യാതൊരു കാരണവശാലും അത് ഗിവപ്പ് ചെയ്യരുത്, ഉപേക്ഷിക്കരുത്. വളരെ നല്ല മാർക്ക് കിട്ടുന്ന ഒന്നാണ്. ഇവിടെ നോക്കുക, നമുക്ക് ചിത്രങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഈ ഇലക്ട്രോണിക് ഡിവൈസസ് വളരെ താല്പര്യത്തോടെ നോക്കുകയും കാണുകയും ചെയ്യുന്ന കുട്ടികൾ, അവർക്ക് ധാരാളം സ്ട്രെസ്സും പഠന താല്പര്യം കുറയാനും ഒക്കെ ഇടയാകും. അതുപോലെ രാത്രി ഉറക്കമില്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ആരോഗ്യക്കുറവുണ്ടാകും. കൂടാതെ ഈ ഒന്നിലധികം ഡിവൈസസ് ഒന്നിച്ച് ഉപയോഗിക്കുന്ന കുട്ടികളും ഉണ്ട്. അതും നമുക്ക് വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോ ഗാഡ്ജറ്റ്സ് മിസ്യൂസ് ചെയ്യുന്നത് ഒട്ടും നന്നല്ല. സോഷ്യൽ മീഡിയ കൂടി നമ്മൾ വളരെ വിവേകത്തോടെ തിരിച്ചറിവോടെ ഉപയോഗിക്കുക. പഠനത്തിനും അറിവ് ആർജിക്കുന്നതിനും ആസ്വദിക്കുന്നതിനും മാത്രമായിരിക്കണം നാം ഈ ഗാഡ്ജറ്റ്സുകൾ ഉപയോഗിക്കുന്നത്. ഓർക്കേണ്ടതൊന്നു മാത്രം, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് ഗുണവും ദോഷവുമുണ്ട്. തിരിച്ചറിവുകൾ തിരിച്ചു നടത്തുന്നു.